പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ദൈവം അനേക അത്ഭുതം ചെയ്തു തന്നതിൽ അതിൽ ഒരെണ്ണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ള റീസൺ ഇപ്പം ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇത് കോവിഡ് സമയത്ത് സംഭവിച്ചതാണെങ്കിലും ഇപ്പം ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് കണ്ടു. UK ലൈഫ് ഇൻഫർമേഷൻസിനെയൊക്കെ കുറിച്ച് വ്ളോഗ് ചെയ്യുന്ന ഒരു വ്ളോഗറിൻ്റെ വീഡിയോയാണ്. അതിൽ ആ വ്ളോഗർ പറയുന്നുണ്ട്, നമുക്കൊരു UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ നമ്മളത് ആദ്യത്തെ 3 വർഷം ഒരു പോയിന്റ്സ് പോലും ഇല്ലാതെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അഥവാ 6 പോയിന്റ്സ് ആയി ലൈസൻസ് റിവോക്ക് ആയാൽ ആദ്യം മുതൽ തിയറി മുതൽ നമ്മൾ റീടെസ്റ്റ് എല്ലാം ചെയ്യണം. ഇൻ കേസ് നമ്മളത് കേസ് കോർട്ടിലേക്ക് എടുത്താൽ കോർട്ട് അതിനെ അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആകും. അതുകൂടാതെ തന്നെ കോർട്ടിൻ്റെ ടൈം കളഞ്ഞതിന് ഒരു ബിഗ് എമൗണ്ട് നമ്മൾ ഫൈനും കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഉള്ള കാര്യം. ഹീസ് 100% റൈറ്റ്. ആ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം റൈറ്റ് ആണ്. അപ്പോൾ തന്നെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. എത്ര ലോ എങ്ങനെ ഇരിക്കെ എന്ന് പറഞ്ഞാലും ദൈവമക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ലോയെ മറികടന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ UK വന്ന് എനിക്ക് ഒരു ലൈസൻസിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യം ഞാൻ ലണ്ടനിലായിരുന്നു. അവിടെ 24 hours പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ് എവറി 10 minutes. അപ്പം ഒരു ലൈസൻസിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഔട്ടർ ലണ്ടനിലേക്ക് മാറി. തുടക്ക കാലങ്ങളിലെല്ലാം ഓക്കെ ആയിരുന്നു, കാരണം ഹസ്ബൻഡ് പാർട്ട് ടൈം ആയിരുന്നു. പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ട് ഹസ്ബൻഡ് അവൈലബിൾ ആയിരുന്നു. അപ്പം എനിക്ക് ഇത് ലൈസൻസ് എടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ 2019 എൻ്റെ ഹസ്ബൻഡ് ഫുൾ ടൈം വർക്കിലേക്ക് മാറി. അപ്പോൾ ഹസ്ബൻഡ് ജോലിയിലുള്ളപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടണത് എനിക്ക് ആവശ്യകതയായിട്ട് വന്നു. എനിക്ക് ലൈസൻസ് ആവശ്യകതയായിട്ട് വന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട് മാറിയാൽ ഇപ്പോൾ അന്നേരം വോക്കബിൾ ഡിസ്റ്റൻസിലായിരുന്നു ജോലിക്ക് പോകാനുണ്ടായിരുന്നെങ്കിലും വീട് മാറിയാൽ വണ്ടി ഇല്ലാണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ 2019 ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. 2019 ഒക്ടോബറിൽ എനിക്ക് ലൈസൻസും കിട്ടി. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് അന്നേരം വണ്ടി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി എനിക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. അത് മാനുവൽ ആയിരുന്നു. ഞാൻ ഓട്ടോമാറ്റിക് ലൈസൻസ് ആണ് എടുത്തത്. അങ്ങനെ ഇരിക്കെ ഡിസംബർ അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന് ഒരു ദൂരയാത്ര പോകണമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് ഒരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് മോട്ടോർ വേയിൽ അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ആ വണ്ടിക്ക് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വണ്ടിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഇൻഷുറൻസ് ഉണ്ട്, പ്ലസ് ഞങ്ങളുടെ വണ്ടിക്ക് ഫാമിലി ഫ്രണ്ടിനും ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ വണ്ടി സ്വാപ്പ് ചെയ്തു. അങ്ങനെ അന്ന് എന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വിളിക്കാൻ വന്നപ്പോൾ ഈ ചെറിയ വണ്ടിയും കൊണ്ടാണ് വന്നത്. ഞാൻ ലൈസൻസ് എടുത്തന്നാണ് ഞാൻ ലാസ്റ്റ് സ്റ്റിയറിംഗ് പിടിച്ചത്. അന്നാണ് ഞാൻ ലാസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അപ്പം എനിക്ക് വണ്ടി കണ്ടപ്പോൾ എനിക്കൊന്ന് ഓടിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. ഞാൻ വണ്ടി എടുത്തു. വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ വണ്ടി എടുത്ത് അങ്ങ് ആ പുറത്തേക്ക് ഇറങ്ങി ആദ്യത്തെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആ ഒരു റൗണ്ട് അബൌട്ടിലേക്ക് വന്നപ്പോഴത്തേന് എൻ്റെ പുറകെ ഒരു പോലീസ് വണ്ടി. ഇത് എന്നെ ഫോളോ ചെയ്യുവാന്ന് ഞാൻ സിഗ്നലിടും, അവരും സിഗ്നലിടും. എനിക്ക് മനസ്സിലായി അവരെന്നെ ഫോളോ ചെയ്യുവാന്ന്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ പോലീസുകാരെന്നെ ഫോളോ ചെയ്യുവാണല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ്, അയ്യോ ഇതിന് നിനക്ക് ഇൻഷുറൻസ് ഇല്ല ഈ വണ്ടിക്കെന്ന്. ഞാൻ പെട്ടെന്ന് പിന്നെയും പാനിക്കായി. എൻ്റെ സ്പീഡ് 40യുടെ ലിമിറ്റുള്ള വണ്ടി റോഡാണെങ്കിൽ പോലും ഞാൻ വേഗം 35 ആയി. ഞാൻ പെട്ടെന്ന് പാനിക്കായി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എനിക്കിതിന് ഇൻഷുറൻസ് ഇല്ലല്ലോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഇച്ചിരി അങ്ങ് പാനിക്കായി പോയി.
അതും പോലീസ് ഫോളോ ചെയ്യുന്നു. ശരിക്കും പോലീസ് ഫോളോ ചെയ്യാനുള്ള റീസൺ ഇത് എൻ്റെ ഞങ്ങൾ പറഞ്ഞല്ലോ ഫാമിലി ഫ്രണ്ടിൻ്റെ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ പുറകിൽ ഒരു എൽ ബോർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൽ ബോർഡ് ഒട്ടിച്ച് എൻ്റെ ഡ്രൈവിങ് എല്ലാം കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോലീസ് ഫോളോ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കയറി പാർക്ക് ചെയ്തു. പോലീസും എൻ്റെ പുറകെ വന്ന് പാർക്ക് ചെയ്ത് ലൈറ്റ് അടിച്ചു ഞങ്ങൾ നിന്നു. അപ്പോൾ പോലീസ് 2 പേരുണ്ടായിരുന്നു ആ വണ്ടിയിൽ. ഇറങ്ങി വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ തുടങ്ങി. നിന്റെ ഇപ്പം ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. എനിക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തരാൻ തുടങ്ങി. നിന്റെ ഡ്രൈവിംഗ് ഇസ് സോ ഗുഡ്, നിന്റെ ഇൻഡിക്കേഷൻസ് ആർ സോ ഗുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നീ 40ന്റെ ലെയിനിൽ 35ലൊക്കെയാണ് പോയത്. അത് ഇതല്ല, ഇപ്പോഴും നമ്മൾ റോഡ് ലിമിറ്റിന്റെ ആ ലിമിറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇതൊക്കെ പറയും. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ വേഗം, അവരിതൊന്നും ചോദിക്കുന്നില്ല, അവരെനിക്കിങ്ങനെ കുറെ എന്താ പറയണ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് പോകാനിരുന്നവരാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് ചാടിക്കയറി വേഗം പറഞ്ഞു എനിക്കിതിന് ഇൻഷുറൻസ് ഇല്ലെന്ന്. അപ്പം അവർ വേഗം ചെക്ക് ചെയ്തപ്പം എന്നിട്ട് കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു ബോർഡ് ഡ്രൈവർ എന്നുള്ള രീതിയിലാണ് എനിക്ക് തരുന്നത്. അപ്പോഴാണ് ഞാൻ പറയണേ എനിക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ടെന്ന്. അപ്പം അവർ വണ്ടിയുടെ പുറകിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങളും അറിഞ്ഞത് ഇതിൻ്റെ പുറകിൽ ബോർഡ് ഇരിപ്പുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അപ്പോൾ അവർ വേഗം എൻ്റെ ഹസ്ബൻഡ് ലൈസൻസ് ചെക്ക് ചെയ്തു. അത് വെച്ച് ചെക്ക് ചെയ്തപ്പം വണ്ടിക്ക് ഹസ്ബൻഡിന് ഇൻഷുറൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി, എനിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി ചെക്ക് ചെയ്തപ്പം. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്കിത് ലൈസൻസ് കിട്ടിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പം അതിൽ ഒരു ലേഡി പോലീസും ഒരു മാനും ആയിരുന്നു. എന്താ പറയണേ, ഫീമെയിലാണ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തത്. അപ്പം ആ മെയിൽ പോലീസ് എന്നോട് നീ എന്താ അബദ്ധ കാണിച്ചത്, 3 മാസേ ആയിട്ടുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ വീണ്ടും കരച്ചിൽ തുടങ്ങി. അപ്പോൾ അവർ എനിക്ക് വേഗം ഫൈനും 6 പോയിന്റ്സും എഴുതി തന്ന് ഇത് ഒഫീഷ്യലായിട്ട് ഇത് അടയ്ക്കാനുള്ള ഇത് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അടയ്ക്കാനുള്ള ഇതെല്ലാം തന്ന് അവർ പോയി. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. ഞങ്ങൾ നേരെ ഞങ്ങളുടെ പാസ്റ്റിൻ്റെ വീട്ടിലേക്കാണ് പോയി. ഞാൻ അവിടെ ചെന്നിരുന്ന് കരച്ചിൽ തുടങ്ങി. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഓർക്കാഞ്ഞ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല, അങ്ങനെ ഓർക്കാഞ്ഞത് കൊണ്ട് ചെയ്ത. അപ്പം ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഫൈൻ അടയ്ക്കണ്ട, നിങ്ങൾ കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞു. ആദ്യം നമുക്കങ്ങനെ കൺവിൻസിങ് ആയി തോന്നിയില്ല, എന്നാലും ട്രൈ ചെയ്യാമെന്ന്. കാരണം ഈ ലൈസൻസ് കിട്ടിയത് തന്നെ ഒരു ദൈവത്തിൻ്റെ വേറൊരു മിറക്കിളാണ്. അത് വേറൊരു ടെസ്റ്റിമണിയിലും ഞാൻ പറയാം. എനിക്ക് മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും അറിഞ്ഞിട്ടല്ല എനിക്ക് ലൈസൻസ് തന്നത്, അത് ദൈവം കൃപയാൽ തന്ന സാധന. അപ്പം ആദ്യം മുതൽ ഇനി എന്താ പറയണേ എല്ലാം അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇത് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്ന് അന്നേരം തോന്നി. കൃപയാൽ ഇന്ന് ഞാൻ നന്നായി വണ്ടി ഓടിക്കാൻ ഞാൻ പഠിച്ചു. ദൈവം എന്നെ പഠിപ്പിച്ചു. അന്ന് റിവേഴ്സ് പാർക്കിംഗ് എന്നൊക്കെ പാരലൽ പാർക്കിങ്ങിനൊക്കെ പറഞ്ഞാൽ തന്നെ പേടിയാണ്. അപ്പോൾ ഇനി അതൊക്കെ വീണ്ടും ചെയ്യുക എന്ന ആ ചിന്തയൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ അന്ന് കോർട്ടിൽ പോകുന്ന കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. ഇത് നീ സോളിസിറ്റർ ഒന്നും വെക്കണ്ട, നീ ഡയറക്റ്റ് പോകാൻ. എനിക്ക് ഈ കാര്യം വേറൊരാളോട് പറയാൻ പോലും പേടിയായിരുന്നു. കാരണം ഇത് ദൈവശബ്ദം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് കോർട്ടിൽ സോളിസിറ്റർ ഒന്നും ഇല്ലാണ്ട്, എനിക്ക് ഈവൻ അന്നാണ് ആദ്യമായിട്ട് എൻ്റെ തൊട്ടടുത്ത് ഒരു പോലീസുകാരെ ഞാൻ കാണുന്നത്. കോർട്ടിൻ്റെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ ആരോടും ദൈവം ഇങ്ങനെ സംസാരിച്ചെന്നുള്ളൊരു കാര്യം പോലും ഞാൻ ഒരു മനുഷ്യനോടും ഞാൻ ഷെയർ ചെയ്തില്ല. പക്ഷെ ഞാൻ അന്ന് ദൈവത്തോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. കാരണം അന്ന് ഡിസംബർ തുടക്കത്തിൽ 1-ാം തീയതി അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്, നിനക്ക് ഉള്ളതെല്ലാം നിന്റെ എല്ലാം സകലതും എഴുതി വെച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട്.
അപ്പൊ ഞാൻ അന്ന് ഇരുന്ന് എല്ലാം ലിസ്റ്റ് എഴുതി അതിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുദ്രയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് കംപ്ലൈന്റ് പോലെ തുടങ്ങി, കർത്താവെ ഞാൻ അന്ന് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. അപ്പൊ ആ ലിസ്റ്റ് ഞാൻ കളഞ്ഞിരുന്നില്ല, അതെന്റെ ബൈബിളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തതാണല്ലോ, എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിച്ചത്? എന്നോട് എന്താ പറഞ്ഞ എല്ലാം എഴുതി വെച്ച് എന്താ യേശുക്രിസ്തുവിന്റെ രക്തത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ അത് ചെയ്തു, എന്നിട്ടും ഇതെന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ച് ഒരു ലിസ്റ്റ് അങ്ങ് പരിഭവത്തിന്റെ ഒരു ലിസ്റ്റ് അങ്ങ് അഴിക്കാൻ തുടങ്ങി. അപ്പം എന്നോട് ഹോളി സ്പിരിറ്റ് ഇടപെടാൻ തുടങ്ങി. നിന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ടല്ലോ, നീ ഒന്ന് എടുത്തു നോക്കാനായിട്ട്. ഞാൻ ആ ലിസ്റ്റ് എടുത്തു നോക്കിയപ്പം ലൈസൻസ് മാത്രം ഞാൻ അതിൽ എഴുതിയിട്ടില്ല, എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ വിട്ടുപോയതാ, കാരണം എൻ്റെ മനസ്സിൽ ഞാനത് എഴുതി എന്ന് തന്നെയായിരുന്നു. പക്ഷെ എങ്ങനെയോ ആ ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയി, അതേ തന്നെ കയറി പിടിക്കുകയും ചെയ്തു. ആ മാസം എൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ അതിൽ അതേ കയറി പിടിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ കംപ്ലൈന്റ് പറയാനും പരിഭവം പറയാനും ഒന്നുമില്ല, എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ എഴുതിയില്ല. പിന്നെ അപ്പോഴാണ് ഇങ്ങനെ സോളിസിറ്റർ ഇല്ലാതെ ഡയറക്റ്റ് പോകാനായിട്ട് ദൈവം ഇടപെട്ട് തുടങ്ങിയത്. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് പേടിയായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ദൈവം സംസാരിച്ചു എന്ന് ആരോടെങ്കിലും പറയാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ഞാൻ അതുകൊണ്ട് ആരോടും മിണ്ടിയില്ല. അങ്ങനെ ഒരു സോളിസിറ്ററെ വെച്ചു. കോവിഡ് ടൈം ആയിരുന്നു. കോവിഡ് ടൈം ആയതുകൊണ്ട് കോർട്ടിൽ, ആദ്യം മജിസ്ട്രേറ്റ് കോർട്ടിലാണ് വിളിച്ചത്. അങ്ങനെ കോർട്ടിൽ വിളിച്ച സമയത്ത് കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ കോർട്ടിൻ്റെ അകത്ത്, കോർട്ട് റൂമിൻ്റെ അകത്ത് മജിസ്ട്രേറ്റും എൻ്റെ സോളിസിറ്ററും ഞാനും വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഞാൻ അത്രയും പാനിക്കായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പം ഈ കോർട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ സോളിസിറ്ററോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ എന്താ എഴുതിയതെന്ന് എനിക്കൊന്ന് കാണണം, സത്യസന്ധമല്ലാതെ ഒന്നും എനിക്ക് വെക്കണ്ട, എനിക്ക് സത്യസന്ധമായിട്ട് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, ഓർക്കാതെ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് സോളിസിറ്ററിനെ കാണണം, നിങ്ങൾ എന്താ പറയാൻ പോണേ എന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ സോളിസിറ്ററെ കണ്ടപ്പോൾ പുള്ളി എഴുതി വെച്ച കാര്യമൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഇത് ട്രൂത്ത് അല്ല, ഇതല്ല സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് സോളിസിറ്റർ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ എഴുതി വെച്ചേക്കുന്ന, ഇതൊന്നും ഞങ്ങൾ കോർട്ടിൽ പറയത്തില്ല, കോർട്ടിൽ കറക്റ്റ് ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, എന്നാൽ പിന്നെ കുഴപ്പമില്ല, അവരുടെ ഫയൽ അവരെങ്ങനെ എന്ത് വെച്ചാലും ഓക്കെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോന്നു. ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ ടീം ലീഡർ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീം ലീഡർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരാം, അതിൽ അങ്ങനെ ആ സർട്ടിഫിക്കറ്റിൽ ഞാൻ ചോദിക്കുക പോലും ചെയ്യാതെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നതാണ്. ഇങ്ങനെ എന്താ പറയുക, ഇവള് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യത്തില്ല, ഇവളെ എനിക്ക് ഇത്ര വർഷമായിട്ട് അറിയാം, എന്താ പിന്നെ ഇങ്ങനെ ഓൺ കോൾസ് എല്ലാം ചെയ്യണം, അപ്പോൾ എമർജൻസി വന്നാൽ ഇവൾ അറ്റൻഡ് ചെയ്യേണ്ട വരും, അപ്പോൾ വണ്ടിയുടെ ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ എൻ്റെ ക്യാരക്ടർ പ്ലസ് വർക്ക് എല്ലാം ഡിമാൻഡ്സ് എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് പുള്ളിക്കാരി സീലൊക്കെ വെച്ച് എനിക്കൊരു ലെറ്റർ ഇങ്ങോട്ട് തന്നു. അപ്പോൾ ഇത് ഞാൻ സോളിസിറ്ററിൻ്റെ കൊടുത്തപ്പോൾ സോളിസിറ്റർ പറഞ്ഞു, ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, കോർട്ടിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും വെച്ചേരും, നമുക്കറിയത്തില്ല കോർട്ടിൻ്റെ ഇത്. പക്ഷെ എനിക്ക് ഉള്ളിൽ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ട്, ഇത് യൂസ് ചെയ്യുന്നുള്ള ഒരു പ്രോംപ്റ്റിംഗ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സോളിസിറ്ററിനോട് റിക്വസ്റ്റ് ചെയ്തു, സാരല്ല ഇതും കൂടി ഒന്ന് വെക്കാവോ എന്ന്. അങ്ങനെ എൻ്റെ ഇതുകൊണ്ടായിരിക്കാം പുള്ളി അത് വെച്ചു. പിറ്റേന്ന് കോർട്ടിൽ വിളിച്ചു. സോളിസിറ്റർ എൻ്റെ ഫ്രണ്ടിൽ, ഞാനാണ് ഏറ്റവും പുറകിൽ ഇങ്ങനെ കോർട്ട് റൂമിൽ നിൽക്കുവാണ്. ഞാൻ നല്ല പാനിക്കാണ്, എനിക്ക് മനസ്സിലായി എന്നെക്കാളും അധികം പാനിക്കാണ് ആ സോളിസിറ്റർ എന്നുള്ളത്. എനിവേ, പക്ഷേ ഞങ്ങളോട് പറഞ്ഞ പോലെയൊന്നുമല്ല ആ സോളിസിറ്റർ. അന്ന് എന്താണ് ഞാൻ ആ ലെറ്ററിൽ അന്ന് അവർ ഡ്രാഫ്റ്റ് ചെയ്തത് കണ്ടത്, അത് തന്നെയാണ് അവിടെ വായിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫേസൊക്കെ കണ്ടിട്ടായിരിക്കാം മജിസ്ട്രേറ്റ് എന്നോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, ഇതെന്താ ഇവിടെ പറയണേന്ന് എനിക്ക് അറിയത്തില്ല, ഇതിങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. എന്നിട്ട് ഞാൻ കറക്റ്റ് കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് പക്ഷേ കൊടുത്ത കൂട്ടത്തിൽ പുള്ളി കൃപയാൽ എൻ്റെ ടീം ലീഡർ തന്ന ലെറ്ററും കൂടി കൊടുത്തായിരുന്നു. ആ ലെറ്റർ വായിച്ചിട്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു,
എനിക്ക് ഈ ലെറ്റർ വായിച്ചിട്ട് എനിക്ക് ഇവളുടെ ലൈസൻസ് റിവോക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ നിന്റെ ലൈസൻസ് റിവോക്ക് ചെയ്യുന്നില്ല, പോയിന്റ്സ് അവിടെ തന്നെ കിടന്നോട്ടെ, പക്ഷെ ഞാൻ നിന്റെ ലൈസൻസ് റിവോക്ക് ചെയ്യുന്നില്ല, നിനക്ക് യൂസ് ചെയ്യാം, നിനക്ക് വണ്ടി ഓടിക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷെ പോയിന്റ്സ് അവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഞാൻ ആ ഡിസിഷനിൽ ഞാൻ 100% ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു. കാരണം ഞാൻ അതല്ല പ്രാർത്ഥിച്ചത്. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ഞാൻ പറയുമായിരുന്നു, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളല്ല, ഞാൻ അറിഞ്ഞാതെ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് കൃപ തോന്നണമെന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ പ്രൊഫറ്റിക് ആക്റ്റുകളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ വചനപ്രകാരമുള്ള പല കാര്യങ്ങളും, വചനപ്രകാരമുള്ള പല പ്രൊഫറ്റിക് ആക്റ്റുകളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇതിൽ 100% കൺവിൻസ്ഡ് അല്ലായിരുന്നു ഇതിൽ. കാരണം അന്നേരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ചോദിച്ചത് ഇങ്ങനെയല്ലല്ലോ, എൻ്റെ ഇതിൽ ലൈസൻസിൽ പോയിന്റ് കിടക്കരുതെന്നല്ലേ ഞാൻ ചോദിച്ചത്. അപ്പം എനിക്ക് അതിനൊരു മറുപടി ദൈവം തന്നില്ല. എനിവേ കിട്ടിയതാകട്ടെ, സന്തോഷമായി. കാരണം അപ്പത്തേന് ഞാനൊരു വണ്ടി വാങ്ങി. അപ്പത്തേന് ഹസ്ബൻഡിൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് പുള്ളി ജോലി സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ട് വിടേണ്ടത് എനിക്ക് ആവശ്യകതയായിരുന്നു. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഞാൻ തുടങ്ങി അപ്പത്തേക്ക്. അപ്പം ഞാൻ എന്നിട്ട് കോർട്ട് ഓർഡർ ഉണ്ട് ഓടിച്ചോളാൻ, അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ വണ്ടി ഓടിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പം DVLA ഒരു ലെറ്റർ വന്നു. DVLA ഒരു ലെറ്റർ വന്നിട്ട് അതിൽ പറഞ്ഞതനുസരിച്ച് നീ ഇനി വണ്ടി ഓടിക്കരുത്, നിന്റെ ലൈസൻസ് റിവോക്ക് ആക്കിയെന്ന്. അപ്പം ഞാൻ വേഗം DVLA വിളിച്ചിട്ട് ഇങ്ങനെയല്ല മജിസ്ട്രേറ്റ് പറഞ്ഞത്, പോയിന്റ്സ് അവിടെ കിടന്നാലും വണ്ടി ഓടിച്ചോന്നാ മജിസ്ട്രേറ്റ് പറഞ്ഞത്, പിന്നെ എന്താ ഇത് റിവോക്ക് ആക്കിയെന്ന് ചോദിച്ചവരോട്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളുടെ സിസ്റ്റത്തിൽ, ഇതൊക്കെ സിസ്റ്റം ചെയ്യുന്ന, മാനുവൽ അല്ല ചെയ്യുന്നത്. അപ്പം സിസ്റ്റത്തിൽ 6 പോയിന്റ്സ് എൻട്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈസൻസ് അങ്ങ് റിവോക്ക് ആയി പോകും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ മജിസ്ട്രേറ്റ് കോർട്ടിൽ വീണ്ടും വിളിച്ചിട്ട് അവരോട് 1 പോയിന്റ് കുറയ്ക്കാൻ പറ, 5 പോയിന്റ് ആക്കാൻ പറ, അപ്പൊ പിന്നെ ഇത് റിവോക്കായി പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ശരി, ഞാൻ മജിസ്ട്രേറ്റ് കോർട്ടിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, നീ നിന്റെ സോളിസിറ്റർ ത്രൂ വീണ്ടും ചെയ്യാൻ പറഞ്ഞു. ഞാൻ സോളിസിറ്റർ വിളിച്ചപ്പോൾ സോളിസിറ്റർ പറഞ്ഞു, ഇതൊന്നും നടപടിയാവണ കാര്യമൊന്നുമല്ല, ഇതൊന്നും നടക്കത്തൊന്നുമില്ല, വൺസ് ഒരു കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നാൽ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി അത് റിവോക്കായതാ, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട, എനിക്കൊരു ലെറ്റർ ഇതൊക്കെയാ കാര്യമെന്ന് പറഞ്ഞ് ഡ്രാഫ്റ്റ് ചെയ്ത് തരുമോ, കാരണം കോർട്ട് ലാംഗ്വേജസ് ഒന്നും എനിക്ക് അറിയത്തില്ല, അപ്പം ഇങ്ങനെ ഒരു ലെറ്റർ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. പുള്ളി റെഫ്യൂസ് ചെയ്തു, പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും മജിസ്ട്രേറ്റ് കോർട്ടിൽ വിളിച്ചു. അന്ന് ഒരു എന്താ വെരി ഹെൽപ്ഫുൾ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്, ഏറ്റവും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു. അന്ന് വെരി ഹെൽപ്ഫുൾ ആയിട്ടൊരു ലേഡിയാണ് അന്ന് അറ്റൻഡ് ചെയ്തത്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി, ഇത് ഞാൻ പേഴ്സണലി എടുത്ത് ചെയ്യാം, നീ എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് എനിക്കൊരു ഇമെയിൽ വിട്, അപ്പം ആ ഇമെയിലിന് ഫോളോ അപ്പ് ആയിട്ട് ഞാൻ പേഴ്സണലി നിൻ്റെ കേസ് ഫോർവേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരത് ഏറ്റു. അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട്, എനിക്കൊരു സോളിസിറ്റർ ഇല്ല, ആദ്യം ഉണ്ടായിരുന്ന സോളിസിറ്റർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് അല്ല എന്നുള്ളതൊക്കെ ഞാൻ മെൻഷൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലെല്ലാം ഞാൻ ഇത് ചെയ്തുകൊണ്ട് ഞാനൊരു ഇമെയിൽ വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിനോടിരുന്ന്, കർത്താവെ, ഞാൻ ഇനി ഒറ്റയ്ക്കാണ് പോകുന്നത്, ഇനി എനിക്കൊരു സോളിസിറ്റർ ഇല്ല. അപ്പം അന്നേരമാണ് അടുത്ത ശബ്ദം, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് പോകാനായിട്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ, ഇത് പണ്ടേ എന്നോട് ഒറ്റയ്ക്ക് പോകാൻ സോളിസിറ്റർ വേണ്ടെന്ന, പക്ഷെ ഇങ്ങനൊരു അവസ്ഥയെ കൊണ്ട് ദൈവം ഇട്ടപ്പോഴാണ് എനിക്ക് അതിനൊരു ധൈര്യം ഉണ്ടായത്. അതുവരെ എനിക്കതൊരു പുറത്താരോട് പറയാൻ പോലും ഉള്ള ഒരു ധൈര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ എന്നെ അടുത്ത ക്രൗൺ കോർട്ടിൽ വിളിച്ചു. അത് ഇവിടെ ഒരു സുപ്രീം കോർട്ട് പോലെ, നാട്ടിലേക്ക് സുപ്രീം കോർട്ട് പോലെ ക്രൗൺ കോർട്ടിലേക്ക് എന്നെ വിളിച്ചു. ക്രൗൺ കോർട്ടിൽ വിളിച്ചു. അവിടെ പ്രോപ്പർ 2 ജഡ്ജസ് ഉണ്ടാകും. ഇതെല്ലാം കോവിഡ് സമയത്താണ് നടക്കുന്നത്. അന്ന് ക്രൗൺ കോർട്ടിൽ വിളിച്ചപ്പം, ക്രൗൺ കോർട്ടിലായിരുന്നെങ്കിലും അത് കോവിഡ് ടൈം ആയതുകൊണ്ട് 2 ജഡ്ജുണ്ട്.
ഞാനുണ്ട്, എനിക്ക് സോളിസിറ്റർ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഉള്ള സോളിസിറ്റർ ഇല്ല, പക്ഷേ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ട്, പിന്നെ റൈറ്റേഴ്സ് 2 പേര്, ഉഷേഴ്സ് 2 പേര്, ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ കോർട്ടിൽ, അന്ന് കോർട്ട് റൂമിൻ്റെ അകത്ത്. അപ്പം ഞാനിങ്ങനെ കോർട്ട് റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു സോളിസിറ്റർ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, ഞാനാ നിൻ്റെ പേരൊക്കെ പറഞ്ഞ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനാ നിൻ്റെ സോളിസിറ്റർ എന്ന്. അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്ത്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പേഴ്സണലി സോളിസിറ്റർ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് വെക്കുമായിരിക്കും എന്നൊക്കെ ഞാനും വിചാരിച്ച് ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു. പക്ഷെ ഒരു 2 സ്റ്റെപ്പ് പോയിട്ട് തിരിച്ച് വന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത്, ഒരു ലേഡി ആയിരുന്നു, എൻ്റെ ആ സോളിസിറ്റർ ഒരു ലേഡി ആയിരുന്നു, ഒരു 2 സ്റ്റെപ്പ് വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സോറി, ഞാൻ നിൻ്റെ സോളിസിറ്റർ അല്ല, ഞാൻ നിൻ്റെ പ്രോസിക്യൂട്ടറാണ്. എന്നിട്ട് നിനക്ക് സോളിസിറ്റർ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം എൻ്റെ അടുത്ത് അവർ തന്നെ ഇങ്ങനെ ജഡ്ജ് വരുമ്പം എഴുന്നേറ്റ് നിൽക്കണം, എന്തെങ്കിലും പറയുവാണെങ്കിൽ ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് പറയണം എന്നൊക്കെ ഉള്ള കുറേ മാനറിസംസ് എനിക്ക് പറഞ്ഞു തന്നിട്ട് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ ഹെൽപ്ഫുൾ ആയിട്ട്, എൻ്റെ പ്രോസിക്യൂട്ടറാണ്, പക്ഷെ അവർ അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ട് പോയി. അപ്പം തന്നെ ഞാൻ മനസ്സിലോർത്തു, ദൈവം പണി തുടങ്ങി എന്നെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. ഈ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൻ്റെ പാസ്റ്റർ നാട്ടിലാണ്. ഞാനും ഹസ്ബൻഡും കോർട്ടിൽ പോരുന്നതിന് മുമ്പ് വിളിച്ചപ്പം പാസ്റ്റർ പറഞ്ഞിരുന്നു, ഇത് പോസിറ്റീവാണ്, ഇത് ലൈസൻസ് നിനക്ക് തിരിച്ച് കിട്ടും എന്ന്. ഒരു ധൈര്യത്തിലും കൂടിയാണ്. പിന്നെ ദൈവം ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇപ്പം എല്ലാം ദൈവം പറഞ്ഞതെല്ലാം കറക്റ്റ് ഓൺലൈൻ വന്നിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എന്നെ കോർട്ടിൽ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അന്ന് ഞാൻ ഇമെയിൽ അയച്ച ഇതിൻ്റെ ആകെ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫോ ഒന്നുമില്ല. ആകെ ഞാൻ പോകുന്നത് അന്ന് ഇമെയിൽ ഞാൻ അയച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തിരുന്നു. കാരണം ആ ഇമെയിലിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എൻ്റെ കയ്യിലുണ്ട്. കൂടെ അന്ന് ആ ടീം ലീഡർ തന്ന ലെറ്ററും എൻ്റെ കയ്യിലുണ്ട്. ഈ 2 കാര്യം മാത്രമായിട്ടാണ് ഞാൻ കോർട്ടിൽ പോകുന്നത്. വേറൊരു പ്രൂഫോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം എൻ്റെ അടുത്ത് ജഡ്ജ് ചോദിച്ചു, നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ലെറ്റർ കാണിച്ചു, ഞാൻ എൻ്റെ പ്രിൻ്റ് ഔട്ട് പൊക്കി കാണിച്ചു. അപ്പം ഓക്കെ തരാൻ പറഞ്ഞു. എന്നിട്ട് അവർ 2 ജഡ്ജും കൂടി അതിരുന്ന് വായിച്ചിട്ട് ഈ ജഡ്ജ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയണു. ഇവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യത്തില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ഫുൾ ടൈം, ഞാൻ ആ കോർട്ടിൽ കയറിയപ്പോൾ മുതൽ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എൻ്റെ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്. ഇതെങ്ങനെ ഈ ജഡ്ജ് അറിഞ്ഞു എന്നുള്ള ചിന്തയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അറിഞ്ഞുകൊണ്ട്. കാരണം എന്നെ 5 മിനിറ്റ് പരിചയമുള്ള ഈ ജഡ്ജിന് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യത്തില്ല എന്ന്? ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എൻ്റെ ദൈവത്തോട് പറഞ്ഞ കാര്യം എങ്ങനെ ഈ ജഡ്ജ് അറിഞ്ഞു എന്നൊക്കെയായിരുന്നു എൻ്റെ അന്നേരത്തെ ചിന്ത. എന്നിട്ട് പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, ഇവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ വല്ല ലോയും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു ലോ ഉള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജഡ്ജ് പറഞ്ഞു, ഓക്കെ, നമ്മൾ ലഞ്ച് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് പ്രോസിക്യൂട്ടറോട് പറയുവാണ്, നിന്റെ ജോലി എന്ന് വെച്ചാൽ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വല്ല ലോയും ഉണ്ടോ എന്ന് നീ കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന്. എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിൽക്കുന്ന എൻ്റെ പ്രോസിക്യൂട്ടറോട് ജഡ്ജ് പറയുവാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള വല്ല ലോയും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ബ്രേക്ക് ടൈമിൽ അത് കണ്ടുപിടിച്ചിട്ട് വരണമെന്ന്. അങ്ങനെ ആദ്യത്തെ ഹിയറിംഗ് കഴിഞ്ഞു, പുറത്തിറങ്ങി. ലഞ്ച് ബ്രേക്കാണ്, കഴിക്കാനും കുടിക്കാനും ഒന്നും പറ്റത്തില്ല. നല്ല ടെൻഷനിലാണ് ഞാനും ഹസ്ബൻഡും. പരസ്പരം സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്ക് ലൈസൻസിന് അത്രയും ആവശ്യമുള്ള ടൈമാണ്. ഇത് റിവോക്ക് ആകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയത്താണ് ഞങ്ങൾ അന്നേരം നിൽക്കുന്നത്. ഞങ്ങൾ 2 പേരും അന്യഭാഷയിൽ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഞങ്ങളുടെ പാസ്റ്റർ, ഫാമിലി, ചർച്ച്, ഇവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയും ഈ സമയത്ത് പറയുന്നു. കാരണം ആ ഹാർഡ്ഷിപ്പിൽ കൂടി പോയപ്പോൾ മുഴുവൻ സപ്പോർട്ട്, പ്രാർത്ഥനാ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും എല്ലാം തന്നത്
പാസ്റ്റർ ഫാമിലി ചർച്ചൊക്കെയാണ്. അവർ ഒത്തിരി ഞങ്ങളുടെ കൂടെ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കയറി പറയട്ടെ, മജിസ്ട്രേറ്റ് കോർട്ടിൽ നിന്ന് വണ്ടി ഓടിക്കാനുള്ള അനുമതി തന്നെങ്കിലും എനിക്ക് വണ്ടി ടച്ച് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഞാൻ അത്ര പേടിച്ചു പോയായിരുന്നു. അങ്ങനെ പോലീസിനെയൊക്കെ അടുത്ത് കണ്ട് ആ പോലീസ് വണ്ടിയുടെ അകത്ത് കയറ്റിയിരുത്തിയാണ് പോലീസ് എന്നോട് സംസാരിച്ചത്. അപ്പം ആ ഭയങ്കരമായിട്ട് എന്നെ പേടി തട്ടിയായിരുന്നു. ഇപ്പോൾ ഈ ആരെങ്കിലും നിർബന്ധിച്ച് വണ്ടി എടുത്താൽ പോലും ഒരു പോലീസ് വണ്ടി കാണുമ്പോൾ ഞാൻ പാനിക് ആകാൻ തുടങ്ങിയായിരുന്നു. ഞാൻ വണ്ടി എടുക്കണ്ട, ഇപ്പം ഈവൻ പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് പോകുന്ന സമയത്താണെങ്കിൽ പോലും പാസഞ്ചർ സീറ്റിൽ ഇരുന്നാൽ മതി, ഞാൻ ഡ്രൈവിംഗ് അല്ല, ഞാൻ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുമ്പോൾ പോലും ഒരു പോലീസ് വണ്ടി കണ്ടാൽ ഞാൻ പാനിക് ആകാൻ തുടങ്ങും. അത്രയും എന്നെ ആ പേടി എന്നെ ബാധിച്ചായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ഞങ്ങളുടെ പാസ്റ്ററിന്റെ വൈഫ് ആണ് എന്നെ കൂടെ കൊണ്ടേ ഇരുത്തി ആ പേടി മാറാനായിട്ട് പ്രാർത്ഥിച്ചതും എന്നെ സഹായിച്ചതെല്ലാം ഞങ്ങളുടെ പാസ്റ്ററിന്റെ വൈഫാണ്. എല്ലാവർക്കും ഈ സമയത്ത് എല്ലാവർക്കും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഈ സമയത്ത് ഞാൻ നന്ദി പറയുവാണ്. അതിനും കൂടി ഞാൻ ഈ സമയം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് ആദ്യത്തെ കേസ് എന്നെ വിളിക്കുന്നില്ല. പലരെയും എനിക്ക് മുമ്പ് 2-3 കേസ് വിളിച്ചവരെല്ലാം കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോകുന്ന കാണുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇത് പറയുമ്പോൾ മനസ്സിലാകുമായിരിക്കുമല്ലോ. അത്രയും ടെൻഷനിൽ ഞങ്ങൾ പുറത്തിരിക്കുക. ഏറ്റവും അവസാനമാണ് അന്ന് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചേച്ച് ഓക്കെ, അന്നേരം പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കിട്ടിയോ, ലോ എന്തെങ്കിലും കിട്ടിയോ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ? പ്രോസിക്യൂട്ടർ പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ലോയൊന്നും ഇല്ല, ഒരു ലോയും ഇല്ല. കാരണം മജിസ്ട്രേറ്റ് കോർട്ടിൽ നിന്ന് ഇങ്ങനെ റിവോക്ക് ആക്കണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ പോയിന്റ്സ് മാറ്റാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ലോയൊന്നും ഇല്ലെന്ന്. അപ്പൊ വീണ്ടും ഈ ജഡ്ജ് പറയുവാണ്, എനിക്കിവളെ ഹെൽപ്പ് ചെയ്യണം. ഇവള് ഇവൾ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്യത്തില്ല. അങ്ങനെ എന്നിട്ട് ഇവർ പറഞ്ഞു, അപ്പൊ 2 ജഡ്ജുണ്ട്, അവർ പറഞ്ഞു ഞങ്ങളൊന്ന് പോയി ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി ഒരു ബ്രേക്ക് പോലെ ഇവർ ഉള്ളിലേതോ റൂമിലേക്ക് കയറിപ്പോയി. ആ 5 മിനിറ്റ് എന്നും പറഞ്ഞു പോയി 20 മിനിറ്റ്സ് ആയി. ഞാൻ ആ സമയം മുഴുവൻ ആ ഉച്ചയ്ക്ക് സെഷനിൽ കയറിയപ്പം നിന്റെ ഹസ്ബൻഡിന് കയറണോന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പം അന്നേരം ഹസ്ബൻഡും കയറിയായിരുന്നു, കോർട്ട് റൂമിന്റെ അകത്ത് ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പുറം മാറിയിരിക്കുമായിരുന്നു, ഞങ്ങളുടെ സൈഡിലൊന്നും അല്ലായിരുന്നെങ്കിലും കോർട്ട് റൂമിന്റെ അകത്ത് ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം അന്നേരം 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത്, 2 ജഡ്ജിമാരും. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, നിനക്കതറിയണോ എന്ന് ചോദിച്ചു. ഞാൻ തലകുലുക്കി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ നിന്റെ ലൈസൻസ് റിവോക്ക് ആക്കുന്നില്ല, നിന്റെ ഒരു പോയിന്റ്സ് പോലും ഇല്ലാതെ നിന്റെ ലൈസൻസ്, നിനക്ക് ആദ്യം ഇങ്ങനെ പറഞ്ഞു, നിന്റെ ടീം ലീഡറിന്റെ ലെറ്ററിൽ നിന്ന് നീ എന്തുമാത്രം സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെന്നറിയാം. നിനക്ക് ഒരു ഓൺ കോൾ വന്നാൽ എത്ര മിനിറ്റ്സിനുള്ളിൽ നീ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പേഷ്യൻസിന്റെ ലൈഫാണ് ത്രറ്റനിങ് ആകുന്നത്. അപ്പം നീ അത്രയും ഇതായിട്ട് ഉള്ള ജോലിയാണ് നീ ചെയ്യുന്നത്, നിനക്ക് ലൈസൻസ് അത്യാവശ്യമാണ്. നിന്റെ ക്യാരക്ടർ മുഴുവൻ ആ ടീം ലീഡറിന്റെ ലെറ്ററിൽ നിന്ന് എവിഡന്റ് ആണ്. പിന്നെ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യുകയും വേണം. അതുകൊണ്ട് നിന്റെ ലൈസൻസ് ഞങ്ങൾ റിവോക്ക് ആക്കുന്നില്ല, ഒരു പോയിന്റ് പോലും ഇല്ലാതെ നിന്റെ ലൈസൻസ് ഞങ്ങൾ നിനക്ക് തിരിച്ചു തരുക. പിന്നെ ഒരു ശിക്ഷയും നിനക്ക് തന്നില്ലെങ്കിൽ നീ ഇത് ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ മറന്നു പോയാലോ. അതുകൊണ്ട് നിന്റെ ലൈസൻസിൽ ഒരു 3 വർഷത്തേക്ക് ഇപ്പുറത്ത്, ഞാൻ മറന്നുപോയി, അതൊരു 3 ലെറ്റർ, ഒരു 3 ആൽഫബറ്റ്സ് ആയിരുന്നു, അതങ്ങനെ കിടക്കും. അതെന്തായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി സത്യത്തിൽ. കാരണം അത് കഴിഞ്ഞു, ആ ടൈം പീരീഡ് കഴിഞ്ഞു. ഇപ്പം ലൈസൻസ് ക്ലിയർ ആണ്, അതുകൊണ്ട് അതില്ല, എടുത്തു നോക്കാൻ പോലും അതില്ല. അതുകൊണ്ട് അതെന്തായിരുന്നു ആ 3 ആൽഫബറ്റ്സ് എന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു 3 ആൽഫബറ്റ് നിന്റെ ഇതിൽ കിടക്കും. അതൊരു കോഡാണ്. ഇൻഷുറൻസ് ഇല്ലാതെ
വണ്ടി ഓടിച്ചു എന്നുള്ളതിനൊരു കോഡാണ്. അപ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ നീ എപ്പോഴെങ്കിലും വണ്ടി ഓടിച്ചാൽ, ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ പിന്നെ നിന്റെ ലൈസൻസ് റിവോക്ക് ആയി പോകും എന്നും പറഞ്ഞുകൊണ്ട്, അത് നിനക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അത് 3 വർഷം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി നിന്റെ ലൈസൻസിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകും. നീ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുകൊണ്ട് ആ കോഡ് അവിടെ കിടക്കും, നിനക്ക് വണ്ടി ഉപയോഗിക്കാം എന്നും. പോയിന്റ്സ് ഒന്നും ഇതിൽ അപ്പിയർ ചെയ്യത്തില്ല. കംപ്ലീറ്റ് പോയിന്റ്സ് ഞാൻ എടുത്തു കളയുവാന്ന്. ഞാനിങ്ങനെ എൻ്റെ മിഴിച്ചു നിപ്പ് കണ്ടിട്ടായിരിക്കാം. കാരണം ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ദൈവത്തോട് ഞാൻ എന്ത് ചോദിച്ചോ അതാണ് ഈ പ്രാവശ്യം ജഡ്ജ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആ നിപ്പ് കണ്ടിട്ടായിരിക്കാം ജഡ്ജ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പുള്ളി ഇതെല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ നിപ്പ് അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ഞാനിങ്ങനെ ആ നിപ്പ് കണ്ടപ്പം പിന്നെ ജഡ്ജിന് തോന്നിയെന്ന് തോന്നുന്നു, എത്ര പ്രാവശ്യം ഇത് പറഞ്ഞാലും ഇവളിങ്ങനെ നിൽക്കുള്ളൂ എന്നുള്ളത് തോന്നിയത് കൊണ്ടായിരിക്കാം. പുള്ളി കോർട്ട് ഇത് ചെയ്ത് ജഡ്ജ് ഇറങ്ങിപ്പോയതിന് ശേഷമേ നമുക്ക് അനങ്ങാൻ പറ്റത്തുള്ളൂ. ജഡ്ജിമാർ 2 പേരും ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ കാണുന്നത് അവിടെ റൈറ്റേഴ്സ് ഉഷേഴ്സ് ഒക്കെ കൂടി കിടന്ന് ഭയങ്കര ആഘോഷം, ഭയങ്കര എന്ന് പറഞ്ഞു എന്തോ അവർ കേസ് ജയിച്ച രീതിയിലായിരുന്നു അവരുടെ, ഈവൻ ഇൻക്ലൂഡിങ് മൈ പ്രോസിക്യൂട്ടർ. അവർ കേസ് ജയിച്ച പോലത്തെ ഒരു ആഘോഷം. അപ്പോഴും എനിക്ക് ഡൗട്ടായി, ഞാൻ കേട്ടതല്ലേ ഇനി വേറെ വല്ലതും ആണോ സംഭവിച്ചത്? ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും. കാരണം ഇവരെന്തിനാ ഇങ്ങനെ തുള്ളുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ ഞാനിങ്ങനെ നിന്നപ്പം, എന്നിട്ട് ഞങ്ങൾ പ്രോസിക്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇറങ്ങി വരുന്നത്. അപ്പോൾ പ്രോസിക്യൂട്ടർ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ജഡ്ജ് പറഞ്ഞതെന്ന്? ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം എൻ്റെ അതേ അവസ്ഥയിലാണ് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം വീണ്ടും പ്രോസിക്യൂട്ടർ പുള്ളിക്കാരിയുടെ ലാപ്ടോപ്പ് തുറന്നു ലൈസൻസ് ഇങ്ങനെ ഒരു മോക്ക് ലൈസൻസ് എടുത്തിട്ട് അതിങ്ങനെ കാണിച്ച് അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇത് കോഡ് വരും. അത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, 3 വർഷം കഴിയുമ്പോൾ ആ കോഡ് തന്നെ ഡിസപ്പിയർ ആയിക്കോളും. ആ കോഡ് അവിടെ 3 വർഷം കിടക്കുന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല, പോയിന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല. കംപ്ലീറ്റ് കാര്യം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ ദൈവം ഒരു വലിയൊരു അത്ഭുതം എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ളവർ വരെ എൻ്റെ സൈഡിലേക്ക് മാറ്റി. ദൈവം ഒരു വലിയ അത്ഭുതം. UK ലോയിൽ നടക്കാത്ത ഒരു അത്ഭുതം. ലോയിൽ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം സഹായിയായി, ദൈവം സപ്പോർട്ടറായിട്ട് ഇറങ്ങിയാൽ വേറെ ഒന്നും വേണ്ട, നിയമങ്ങളെ വരെ മാറ്റി മറിച്ച് ദൈവം നമ്മളെ സഹായിക്കും. നമ്മളുടെ ആ ഒരു സിൻസിയറിറ്റിയും, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സംശയിക്കാതെ, അതിനെ ചോദ്യം ചെയ്യാതെ അങ്ങ് ഒബേ ചെയ്യാനായിട്ട് നമ്മളങ്ങ് സമർപ്പിച്ച് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ചിലപ്പം ദൈവം പറയണ കാര്യങ്ങൾ, ഇപ്പം എന്നോട് പറഞ്ഞത് ഇതുപോലെ സോളിസിറ്റർ ഇല്ലാതെ നമ്മുടെ ബുദ്ധിക്കൊക്കാത്ത കാര്യങ്ങളായിരിക്കും, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കത് ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പം എന്നെ ദൈവം പഠിപ്പിച്ചു. അന്ന് ദൈവം പറഞ്ഞ പോലെ പോയിരുന്നെങ്കിൽ ആ ഒറ്റത്തവണ തന്നെ കാര്യം ശരിയായി വന്നേനെ. കുറച്ച് ഡിലേ ആയി ഇത്രയും വലിഞ്ഞു മുറുങ്ങിയത് ആ ദൈവം പറഞ്ഞതിനെ പോലെ നമ്മൾ ആ ഒരു അനുസരണത്തിലേക്ക് വരണം. പക്ഷേ നമ്മൾ ആ അനുസരണത്തിൽ വന്നാൽ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് എന്താ പറയുക, അതിനെ കണ്ടന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, നമുക്ക് ഡൈജസ്റ്റ് ആകാത്ത കാര്യമാണെങ്കിലും ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ അങ്ങ് ഒബേ ചെയ്താൽ മതി. അതിനെ ചോദ്യം ചെയ്യണ്ട. നമ്മുടെ ബുദ്ധിയെക്കാളൊക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. നമ്മളതങ്ങ് ഒബേ ചെയ്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്. ബാക്കി ഓരോ സാക്ഷ്യങ്ങൾ ഓരോ ടൈമിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. ഈ സാക്ഷ്യം നിങ്ങളെയും സഹായിക്കുമെന്നും നിങ്ങളെയും ദൈവത്തോട് അടുപ്പിക്കുമെന്നും
വചനത്തിൽ നിൽക്കാനും ദൈവം പറയണത് അനുസരിച്ച് ഒബേ ചെയ്ത് ജീവിക്കാൻ നിങ്ങളെയും സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.